എന്തുകൊണ്ടാണ് നിയമം ലംഘിക്കുന്നത് ഒരു കുറ്റമാകുന്നത്? എന്നാൽ നിയമങ്ങൾ നിർമ്മിക്കുന്നവർ തന്നെ ഏറ്റവും വലിയ കുറ്റവാളികളായിരിക്കുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിൽ സ്വാതന്ത്ര്യം ഒരു കുറ്റമായിരുന്നു. ഹിറ്റ്ലറുടെ ജർമ്മനിയിൽ പീഡനം ഒരു നിയമമായിരുന്നു. അമേരിക്കയിൽ വംശീയ വേർതിരിവ് ഒരു നിയമമായിരുന്നു. BC 49 ജൂലിയസ് സീസർ റൂബിക്കൺ നദി കടന്നപ്പോൾ അദ്ദേഹം റോമിലെ എല്ലാ നിയമങ്ങളും ലംഘിച്ചു. സീസറിന് വലിയ ജനപ്രീതി ഉള്ളതിനാൽ സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ് നടത്താൻ സെനറ്റ് തയ്യാറായിരുന്നില്ല. തന്റെ സൈന്യത്തെ ഉപേക്ഷിക്കാൻ അവർ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. എന്നാൽ അദ്ദേഹത്തിന്റെ എതിരാളിയായ പോംബിക്ക് തന്റെ 7 സൈന്യങ്ങളെയും കൂടെ നിർത്താൻ അനുവാദം നൽകുകയും ചെയ്തു. നിയമനിർമ്മാതാക്കൾ അങ്ങേയറ്റം അഴിമതിക്കാരായിരുന്നു. സീസർ തന്റെ ഡയറിയിൽ ഇങ്ങനെ കുറിച്ചു: നിയമം അനുസരിക്കുക എന്നത് എല്ലായ്പ്പോഴും ധാർമ്മികതയെ അനുസരിക്കലല്ല, അത് അധികാരത്തെ അനുസരിക്കലാണ്. സീസർ റോമിലേക്ക് മാർച്ച് ചെയ്യുകയും സ്വന്തം സാമ്രാജ്യത്തിനെതിരെ യുദ്ധത്തിനിറങ്ങുകയും ചെയ്തു. നിങ്ങൾക്ക് നിയമം ലംഘിക്കണമെന്നുണ്ടെങ്കിൽ അത് അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയായിരിക്കണം. മറ്റെല്ലാ സാഹചര്യങ്ങളിലും അത് പാലിക്കുക. ജൂലിയസ് സീസർ.